Chapter 1 Electric Charges and Fields. First polarity ആണ് ചാർജസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പൊളാരിറ്റി യൂസ് ചെയ്യുന്നത്. ലൈക്ക് ചാർജസ് ഉണ്ട്, അൺലൈക്ക് ചാർജസ് ഉണ്ട്. രണ്ടും സെയിം ടൈപ്പ് ആണെങ്കിൽ ദേ ആർ ലൈക്ക് ചാർജസ്, ദേ റിപ്പൽ ഇച്ച് അതർ. ഡിഫറെന്റ് ടൈപ്പ് ആണെങ്കിൽ അൺലൈക്ക് ചാർജസ് ആണ്, ദേ അട്രാക്ട് ഇച്ച് അതർ. സോ ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ ദേ അട്രാക്ട് ഇച്ച് അതർ. അതേസമയം രണ്ട് പോസിറ്റീവ് ചാർജസ് ഉള്ളെങ്കിൽ ദേ റിപ്പൽ ഇച്ച് അതർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ഇലക്ട്രോസ്കോപ്പ് ആണ്. സപ്പോസ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് അറിയത്തില്ല വെദർ ദിസ് ഒബ്ജക്റ്റ് ഇസ് ചാർജ്ഡ് ഓർ നോട്ട്. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ്. സോ ബേസിക്കലി ഇതിന് ഒരു കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു നോബ് ഉണ്ടാവും. ഇവിടെ ബ്രാസ് ഡിസ്ക് ആണ്. ഇറ്റ്സ് കണക്റ്റഡ് ടു എ പോൾ. ഇതും കണ്ടക്ടിങ് ആയിരിക്കും. എൻഡിൽ ഗോൾഡ് ലീവ്സ് ഉണ്ടാവും. നൗ ഇപ്പൊ നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ ചെക്ക് ചെയ്യേണ്ടത് അത് ഈ ബ്രാസ് ഡിസ്കിന് കോൺടാക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടക്ടിങ് നോബ് ആയിരിക്കും അതിൽ കോൺടാക്ട് കൊണ്ടുവരാം. സോ സപ്പോസ് ഇതിൽ ചാർജ് ഉണ്ടായിരുന്നു എങ്കിൽ, സപ്പോസ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഈ ബ്രാസ് ഡിസ്ക് കണ്ടക്ടിങ് ആണ്. സോ പോസിറ്റീവ് ചാർജ് ഈ ബ്രാസ് ഡിസ്കിലേക്ക് വരും. ഈ പോളും കണ്ടക്ടിങ് ആണ്. സോ ഈ പോസിറ്റീവ് ചാർജസ് ഈ പോളിൽ കൂടെ ഫ്ലോ ചെയ്ത് ഈ ഗോൾഡ് ലീവ്സിലേക്ക് വരും. സോ ഈ ഗോൾഡ് ലീവ്സ് വിൽ ഹാവ് പോസിറ്റീവ് ചാർജ്. നൗ ഈ രണ്ട് ഗോൾഡ് ലീവ്സിലും ഈക്വൽ എമൗണ്ട് ആയിരിക്കും പോസിറ്റീവ് ചാർജസ് വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു ലൈറ്റ് ചാർജസ് റിപ്പൽ ഇച്ച് അതർ. സോ ഈ രണ്ട് ഗോൾഡ് ലീവ്സും റിപ്പൽ ചെയ്യും. സോ ഇത് രണ്ടും ഡൈവേർജ് ചെയ്യും. സോ ഇത് ഡൈവേർജ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. സോ വി ക്യാൻ സേ ദാറ്റ് ഈ ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടായിരുന്നു എന്ന്. ചാർജ് ഇല്ലാത്തൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഗോൾഡ് ലീവ്സിൽ ചേഞ്ച് ഒന്നും വരത്തില്ല. ഇത് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. നൗ ഒരു ഒബ്ജക്റ്റിൽ കുറച്ച് ചാർജേ ഉള്ളൂ, അതേസമയം ഇഫ് യു ഹാവ് അനദർ ഒബ്ജക്റ്റ് വിത്ത് ലൈക്ക് വേ മോർ ചാർജസ്, ദെൻ ഈ ഗോൾഡ് ലീവ്സ് ഡൈവേർജ് ചെയ്യുന്നത് രണ്ട് ഡിഫറെന്റ് ആംഗിൾസിലായിരിക്കും. ഒരുപാട് ചാർജ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ ഡൈവേർജ് ചെയ്യും. സോ ആംഗിൾ ഓഫ് ഡൈവേർജൻസ് ഇസ് പ്രപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് ചാർജ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിൽ കൂടി ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റി പാസ് ആവുകയാണെങ്കിൽ ദേ ആർ കണ്ടക്ടേഴ്സ്. ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ദേ ആർ ഇൻസുലേറ്റേഴ്സ്, വുഡും പേപ്പറും ഒക്കെ പോലെ. രണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ദേ ആർ സെമി കണ്ടക്ടേഴ്സ്. നെക്സ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എർത്തിങ് ആണ്. എർത്തിങ് ഒരു സേഫ്റ്റി മെഷർ ആണ്. നൗ നമ്മുടെ കയ്യിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കറണ്ട് ലീക്കേജോ ചാർജ് ലീക്കേജോ ഉണ്ടെങ്കിൽ, സപ്പോസ് എർത്തിങ് ഉള്ള കേസിൽ ഈ ലീക്ക് ചെയ്യുന്ന ചാർജും കറണ്ടും ഒക്കെ ഈ എർത്ത് വയറിൽ കൂടെ ഗ്രൗണ്ടിലേക്ക് പോകും. സോ ആരെങ്കിലും ടച്ച് ചെയ്താലും ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അതേസമയം എർത്തിങ് ഇല്ലാത്ത കേസിൽ ഈ ലീക്കുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആരെങ്കിലും ടച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ ബോഡി കൂടെ കറണ്ട് പാസ് ചെയ്ത് they'll have an electric shock. സോ അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സേഫ്റ്റി മെഷർ ആണ് എർത്തിങ്. നെക്സ്റ്റ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. മെയിൻലി 3 പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. നമ്മുടെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് വുഡ് ബി ഈക്വൽ ടു അതിനകത്തെ ഓരോ ഇൻഡിവിജ്വൽ ചാർജസിന്റെയും സം. സോ ഈ കേസിൽ 5 ചാർജസ് ഉണ്ട്, അതിന്റെയൊക്കെ സം എടുക്കുവാണെങ്കിൽ ഈ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് കിട്ടും. നെക്സ്റ്റ് വൺ ഇസ് ചാർജ് കൺസർവേഷൻ. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലുള്ള ടോട്ടൽ ചാർജ് വിൽ ഓൾവേസ് ബി കൺസേർവ്ഡ്. അതിൽ ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സിന്റെ ചാർജ് ചിലപ്പോൾ കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം, പക്ഷെ നെറ്റ് ചാർജ് എടുക്കുവാണെങ്കിൽ അത് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ഈ കേസിൽ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, Q1 ആൻഡ് Q2 ആണ് അതിന്റെ ചാർജസ്. നമ്മളത് റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒബ്ജക്ട് എയിൽ 5 ചാർജസ് കൂടി, ഒബ്ജക്ട് ബിയിൽ 5 ചാർജസ് കുറഞ്ഞു. പക്ഷെ നമ്മൾ ടോട്ടൽ ചാർജ് എടുക്കുവാണെങ്കിൽ ആദ്യത്തെ കേസിലും Q1 പ്ലസ് Q2 ആണ്, രണ്ടാമത്തെ കേസിലും ഈ +5 -5 ക്യാൻസൽ ആയി പോകുമ്പോൾ Q1 പ്ലസ് Q2 തന്നെ കിട്ടും. Next is quantization of charge. All charges are integral multiples of a basic unit charge E. ഇപ്പൊ എന്ത് ഒബ്ജക്റ്റ് എടുത്താലും ഇപ്പൊ നമുക്ക് ആ ഒബ്ജക്റ്റിലേക്ക് ഒരു 5 ഇലക്ട്രോൺസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 10 ഇലക്ട്രോൺസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 15 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാം. ബട്ട് നമുക്ക് ഒരിക്കലും ഒരു 1.5 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 3.5 ഇലക്ട്രോൺസ് ഒന്നും ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല. എപ്പോഴും ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എ ബേസിക് യൂണിറ്റ് ചാർജ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ബേസിക് യൂണിറ്റ് ചാർജ് ആയിട്ട് എടുത്തേക്കുന്ന ഇ ആണ്. ഇത് പ്ലസ് ഇ ആവാം, മൈനസ് ഇ ആവാം. ഇയുടെ വാല്യൂ, ചാർജിന്റെ വാല്യൂ വുഡ് ബി 1.6 into 10⁻⁻19. അതിപ്പോ മൈനസ് ഇ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലാത്ത കേസിൽ പോസിറ്റീവ് ആയിരിക്കും. നൗ 1 കൊളോംബില് ടോട്ടൽ 6 into 10⁻18 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ഇത്രയും ഇലക്ട്രോൺസ് കൂടുമ്പോഴാണ് 1 കൊളോംബ് ഓഫ് ചാർജ് കിട്ടുക. ബിക്കോസ് ഒരു ഇലക്ട്രോണിൽ വളരെ കുറവ് കൊളോംബ് ചാർജ് മാത്രമേ ഉള്ളൂ, 1.6 into 10⁻⁻19 ചാർജ് മാത്രമേ ഉള്ളൂ. ഇതേപോലെ 6 into 10⁻18 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് ഒരു കൊളോംബ് ഉണ്ടാവുക.
Next is Coulomb's law. Now, Coulomb's law is used to define a force between two charges. നമ്മുടെ കയ്യിൽ രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ സപ്പോസ് ഇത് ലൈക്ക് ചാർജസ് ആണെങ്കിലും അൺലൈക്ക് ചാർജസ് ആണെങ്കിലും ഫോഴ്സ് ഉണ്ടാവും. സോ ഇപ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജസ് ആണെങ്കിൽ തേൽ റിപ്പൽ ഈച്ച് അതർ. ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജും ആണെങ്കിൽ തേൽ അട്രാക്ട് ഈച്ച് അതർ. സോ ഇപ്പോൾ റിപ്പൽ ചെയ്യുകയാണെങ്കിലും അട്രാക്ട് ചെയ്യുകയാണെങ്കിലും ദർ വിൽ ബി എ ഫോഴ്സ്. സോ ഈ ഫോഴ്സ് വുഡ് ബി പ്രപ്പോർഷണൽ ടു ദ ചാർജസ്. സോ നമ്മുടെ ഇപ്പോൾ ഒരു 5 കൊളോംബും 10 കൊളോംബും ആണുള്ളത്. വേറൊരു കേസിൽ ഒരു 50 കൊളംബും 100 കൊളംബും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കേസിലായിരിക്കും ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ. സോ ഫോഴ്സ് ഇസ് പ്രപ്പോർഷണൽ ടു Q1 ആൻഡ് Q2. സോ ഇത് കൂടുന്നതനുസരിച്ച് ഫോഴ്സും കൂടും. ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. സപ്പോസ് നമ്മൾ രണ്ട് ചാർജസിന് ഇത്രയും ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വുഡ് ബി ഡിഫറെന്റ്. അടുത്ത് രണ്ട് ചാർജസ് വെക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫോഴ്സ് വുഡ് ബി ഹയർ. സോ ഡിസ്റ്റൻസ് കൂടുന്തോറും തമ്മിൽ ഉള്ള ഫോഴ്സ് വുഡ് ഡിക്രീസ്. സോ ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്. നൗ ഇത് പ്രപ്പോർഷണാലിറ്റി മാറ്റർ വി ആർ introducing a constant. ഈ കെയുടെ വാല്യൂ is 9 into 10 raised to 9. It's also equal to 1 by 4 pi epsilon naught. ഈ epsilon naught is permittivity in vacuum. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്മൾ രണ്ട് ചാർജസ് വാക്യൂമിൽ ഇരിക്കുന്ന കേസിലാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും മീഡിയമിലാണെങ്കിൽ നമ്മൾ ആ പെർട്ടിക്കുലർ മീഡിയമിന്റെ എപ്സിലോൺ യൂസ് ചെയ്യേണ്ടി വരും. എപ്സിലോൺ നോട്ട് ഇസ് പെർമിറ്റിവിറ്റി ഇൻ വാക്യൂം. അതിന്റെ വാല്യൂ ആണ് 8.854 into 10 raised to minus 12. നെക്സ്റ്റ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. സോ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ചാർജസ് ഉണ്ട്. Q1, Q2, Q3, Q4, Q5 അങ്ങനെ കുറേ ചാർജസ് ഉണ്ട്. ഈ Q1ൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് വുഡ് ബി ഈ Q1ൽ Q3 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് Q1ൽ Q4 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് Q2 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് Q5 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ സം ചെയ്താൽ മതി. സോ ദാറ്റ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. ഇവിടെ ടോട്ടൽ 4 ചാർജസ് ഉണ്ട്. Q1 ടോട്ടലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് വുഡ് ബി Q1 Q2 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ദാറ്റ് ഇസ് F12 പ്ലസ് F13 പ്ലസ് F14. അതിന്റെ ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദിസ്. സോ ഇവിടെ കെയും Q1ഉം കോമൺ ആയതുകൊണ്ട് നമ്മൾ കെയും Q1ഉം പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സമ്മേഷൻ എടുത്തേക്കുവാണ്. Q ഇവിടെ I ഈക്വൽ ടു 2 to 4 ആണ്. സോ QI by R1I. ഇപ്പോൾ n ചാർജസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 4ന് പകരം n വരുമായിരുന്നു. ദാറ്റ്സ് എ ജനറൽ ഇക്വേഷൻ. നെക്സ്റ്റ് ഇസ് ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ നമ്മൾ ഒരു ചാർജ് വെറുതെ വെക്കുവാണെങ്കിൽ ഈ ചാർജ് അതിന്റെ എൻറ്റയർ സറൗണ്ടിങ്ങിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് യൂസ് ചെയ്യും. ദീസ് ആർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ സോ സപ്പോസ് നമ്മളതിലൊരു 5 കൊളോംബിന്റെ ചാർജ് ഉണ്ട്, ഒരു 50 കൊളോംബിന്റെ ചാർജ് ഉണ്ട്. ഒബ്വിയസ്ലി ഇത് എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഇതിനേക്കാൾ കൂടുതൽ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ചാർജ്. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനേക്കാളും കൂടുതലായിരിക്കും. സോ ഡിസ്റ്റൻസ് കുറയും തോറും ഇലക്ട്രിക് ഫീൽഡിന്റെ എമൗണ്ട് കൂടി വരും. സോ ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. നേരത്തെ പോലെ തന്നെ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടി വി ഹവ് ടേക്കൺ എ കോൺസ്റ്റന്റ് Q by R square. നമ്മൾ ഈ ഇക്വേഷനും കൊളോംസ് ലോയിലെ ഫോഴ്സിന്റെ ഇക്വേഷനും കമ്പയർ ചെയ്യുവാണെങ്കിൽ ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ക്യൂവും കൂടി ഇടുവാണെങ്കിൽ നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടി. സോ E ടൈംസ് Q ഗീവ്സ് us ഫോഴ്സ്. സോ ഇതിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ SI യൂണിറ്റ് എടുക്കുന്നത്. സോ E ഈക്വൽ ടു F by Q, ഫോഴ്സിന്റെ ന്യൂട്ടൺ, ക്യൂവിന്റെ കൊളോം. റിമാർക്സ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ ഇസ് okay, so F is equal to EQ. Now, EQനെ നമ്മൾ +1 ആയിട്ട് എടുക്കുവാണെങ്കിൽ we'll get F equal to E. So, it basically means that ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് യൂണിറ്റ് ചാർജ് ഒരു ടെസ്റ്റ് ചാർജിന്റെ സറൗണ്ടിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഒരു ഫോം ഓഫ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് Q. ഈ Q ആണ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ്. ഈ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സറൗണ്ടിങ്ങിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജ് Q കൊണ്ട് വെക്കുവാണെങ്കിൽ ഈ Q വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അങ്ങനെയാണ് വി ഗെറ്റ് F ഈക്വൽ ടു EQ കിട്ടിയത്. ഈ ടെസ്റ്റ് ചാർജ് Q
നമ്മൾ ഇതിന്റെ സറൗണ്ടിങ്ങിൽ വെച്ചാലും വെച്ചില്ലെങ്കിലും ഈ ക്യൂ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ടെസ്റ്റ് ചാർജ് ക്യൂ. മൂന്നാമത്തെ കേസ് ഇസ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു പോസിറ്റീവ് ക്യൂ ആണെങ്കിൽ വിൽ ബി റേഡിയലി ഔട്ട്വേർഡ്സ്, ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി റേഡിയലി ഇൻവേർഡ്സ്. Now, നാലാമത്തെ കേസ് ഇസ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഹാസ് സ്ഫെറിക്കൽ സിമെട്രി. സോ ബേസിക്കലി നമ്മൾ ഒരു ചാർജ് ഉണ്ട്, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ എൻറ്റയർ സറൗണ്ടിങ്ങിൽ ഉണ്ട്. നൗ നമ്മളൊരു എക്സ് ഡിസ്റ്റൻസ്, ക്യൂ എന്നൊരു എക്സ് ഡിസ്റ്റൻസ് എടുത്ത് അതിന്റെ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും, ഇതിന്റെ വേറെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് എടുത്ത് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചാലും ദിസ് വാല്യൂ വുഡ് ബി ദ സെയിം. ദാറ്റ് ഈസ് നമ്മൾ ആ പോയിന്റിൽ നിന്ന് ഒരു എക്സാക്ട് സെയിം ഡിസ്റ്റൻസിൽ ഏത് പോയിന്റിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് നോക്കിയാലും ഇറ്റ് വിൽ ബി ദ സെയിം. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഹാസ് സ്ഫെറിക്കൽ സിമെട്രി. കൊളോംസ് റൂൾ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആയതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലും സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിൽ അതിന്റെ സറൗണ്ടിങ്ങിലുള്ള എല്ലാ ചാർജസും എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സം എടുത്താൽ മതി. നെക്സ്റ്റ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇങ്ങനൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കർവ് ആണ്. ഇങ്ങനെ ഒരു കർവ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മളൊരു പോയിന്റ് എടുക്കുവാണെങ്കിൽ ആ പോയിന്റിലെ ടാൻജന്റ് വുഡ് ഗിവ് us the direction of electric field at that point. സോ ഇപ്പൊ ഇങ്ങനെ ഒരു കർവ് ആണ്, ആൻഡ് ഇഫ് യു ടേക്ക് ദിസ് പോയിന്റ്, നമ്മൾ ഈ കർവിൽ ഈ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കുവാണെങ്കിൽ ദിസ് വുഡ് ബി ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. നൗ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സ്റ്റാർട്ട്സ് അറ്റ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ends at a negative charge. ഇപ്പോൾ വി ഹാവ് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. അങ്ങനെ വരുമ്പോൾ ഒബ്വിയസ്ലി പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും പോകുന്നത്, നെഗറ്റീവ് ചാർജിലേക്ക് റേഡിയലി ഇൻവേർഡ്സ് ആയിരിക്കും. സോ വിൽ ഗെറ്റ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരും. അതേസമയം ഇഫ് യു ഹാവ് എ പോസിറ്റീവ് ചാർജ്, അതിന്റെ വിസിനിറ്റിയിലൊന്നും നെഗറ്റീവ് ചാർജ് ഇല്ലെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഹിയർ ആൻഡ് ഗോസ് ടു ഇൻഫിനിറ്റി. അതേസമയം ഇഫ് യു ഹാവ് എ നെഗറ്റീവ് ചാർജ്, ആണെങ്കിൽ ആൻഡ് അതിന്റെ വിസിനിറ്റിയിൽ പോസിറ്റീവ് ചാർജ് ഒന്നും ഇല്ലെങ്കിൽ റേഡിയലി ഇൻവേർഡ്സ് ആയിരിക്കും ഫ്രം ഇൻഫിനിറ്റി ടു ദ നെഗറ്റീവ് ചാർജ്. നെക്സ്റ്റ് ഇസ് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് കർവ്സ് ആണ്, ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല. സോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ബ്രേക്ക് വന്നിട്ട് ഇങ്ങനെ ആയിരിക്കില്ല, ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ്. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് നെവർ ക്രോസ് ഈച്ച് അതർ. സോ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഏതൊരു പോയിന്റ് എടുക്കുവാണെങ്കിലും ആ പോയിന്റിൽ നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ കർവിൽ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റിൽ രണ്ട് ഡയറക്ഷൻസ് ഉണ്ടാവും. സോ ഈ കർവിന്റെ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും, ഈ കർവിന്റെ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഒരു ഡയറക്ഷൻ ആയിരിക്കും. സോ അറ്റ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കുഡ് ഓൺലി ഹാവ് വൺ ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷൻസ് ഉണ്ടാവാൻ പറ്റില്ല. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ. ലാസ്റ്റ് പോയിന്റ് ഇസ് they don't form closed loops. So ഇവിടെ തന്നെ it starts at a positive charge, it ends at a negative charge. അല്ലാതെ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സെയിം പോയിന്റിൽ തന്നെ എൻഡ് ചെയ്തൊരു ലൂപ്പ് ഒരിക്കലും ഫോം ചെയ്യില്ല. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഇലക്ട്രിക് ഫ്ലക്സ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സർഫസ് നമ്മൾ എടുക്കുവാണ്, ഈ സർഫസിൽ കൂടെ എന്തോരം ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നു എന്നതിന്റെ ഒരു മെഷർ ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. സോ ലോജിക്കലി നമ്മൾ ആലോചിക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു സർഫസിൽ കൂടെ എന്തോരം ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ മെഷറാണ്. നമ്മൾ ഇപ്പോൾ ഈ സർഫസ് എടുക്കുവാണ്, അതേസമയം അതിനേക്കാൾ കുറച്ചും കൂടി ഏരിയ ഉള്ള ഒരു സർഫസ് എടുക്കുകയാണ്. ഒബ്വിയസ്ലി ഈ സർഫസിൽ കൂടി ആയിരിക്കും കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുക. സോ ഫ്ലക്സ് വുഡ് ബി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ദ സർഫസ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂട്ടുവാണ്. ഓക്കെ, ഇപ്പോൾ ആകെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരുന്നുള്ളൂ, വേറൊരു കേസിൽ ഒരുപാട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. സോ ഒബ്വിയസ്ലി ഈ കേസിലായിരിക്കും ഇലക്ട്രിക് ഫ്ലക്സ് കൂടുക. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. വേറൊരു കാര്യം ദാറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇസ് ദി ആംഗിൾ. നമ്മൾ ഈ ഏരിയ, ഈ ഇലക്ട്രിക് ഫീൽഡിന് ഏത് ആംഗിൾ ആണ് വെക്കുന്നത് ഓൾസോ മാറ്റേഴ്സ്. ഈ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സർഫസിന്റെ പെർപെൻഡിക്കുലർ ആണ് എടുക്കുന്നത്. ഏതൊരു സർഫസ് എടുത്താലും ഇറ്റ് വിൽ ഹാവ് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു വെക്ടർ ഉണ്ടാവും. സപ്പോസ് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് there's an n cap. ഈ n cap
ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ട് വരുന്ന കേസിൽ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ ഈ ഇലക്ട്രിക് ഫീൽഡും ഈ എൻ ക്യാപ്പും പാരലൽ ആണ്, ദാറ്റ് ഇസ് അത് രണ്ടും മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ ഈ എൻറ്റയർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഈ സർഫസിൽ കൂടെ പാസ് ചെയ്യും. അതേസമയം നമ്മൾ ഈ സർഫസിന്റെ പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുകയാണ്. സോ ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡും ഈ സർഫസിന്റെ പെർപെൻഡിക്കുലർ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്ന കേസിൽ ഒബ്വിയസ്ലി ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒന്നും ഈ സർഫസിൽ കൂടെ പാസ് ചെയ്യുന്നില്ല. സോ തീറ്റ 90 വരുന്ന കേസിൽ ടോട്ടൽ ഫ്ലക്സ് 0 ആവുകയാണ്. സോ ഫ്ലക്സ് is proportional to E as well as the area of the surface. Now it's also proportional to the angle. Now it's 0 വരുന്ന കേസിൽ മാക്സിമം ആണ്. അതേസമയം 90 വരുന്ന കേസിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോലും ഈ സർഫസ് കൂടെ പാസ് ചെയ്യുന്നില്ല. സോ 90 ഡിഗ്രി വരുന്ന കേസിൽ മിനിമം ആണ്. So this is the case of cos, right? So cos 90 is 0 and cos 0 is 1. So flux is proportional to E delta S as well as cos theta. So then നമുക്ക് flux is equal to E dot delta S എന്ന് എഴുതാം. Next is the electric dipole. Electric dipole എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. നമ്മൾ ഏതെങ്കിലും രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഒരു ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് എൻ ഇലക്ട്രിക് ഡൈപോൾ. ഇപ്പോൾ നമ്മളൊരു +5 കൊളോംബും ഒരു -5 കൊളോംബും ഒരു 10 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് എ ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, സോ ആകെയുള്ള കണ്ടീഷൻ ഇത് തമ്മിൽ ഡിസ്റ്റൻസ് വേണം, കോയിൻസൈഡ് ചെയ്യാൻ പാടില്ല. അതേസമയം ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. Now, ഈ ഇലക്ട്രിക് ഡൈപോളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ഇസ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് 2aq ആൻഡ് അതിന്റെ ഡയറക്ഷൻ ഇസ് ഫ്രം ദ നെഗറ്റീവ് ചാർജ് ടു ദ പോസിറ്റീവ് ചാർജ്. ഇപ്പോൾ എല്ലാ ഡൈപോളിലും ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. Dipole moment would be from the negative charge to the positive charge, and then the magnitude would be equal to 2aq. Now, ഈ ഡൈപോൾ ഒബ്വിയസ്ലി ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അത് അതിന്റെ എൻറ്റയർ സറൗണ്ടിങ്ങിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സേർട്ട് ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ച ഇമേജിലെ പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇവിടുന്ന് റേഡിയലി ഔട്ട്വേർഡ്സ് ആയിട്ട് കുറെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെഗറ്റീവ് ചാർജിലേക്ക് പോവും, കുറച്ചൊക്കെ ഇൻഫിനിറ്റിയിലേക്കും പോവും. ഇവിടെ നിന്നും അങ്ങനെ തന്നെ. Now, നമുക്ക് രണ്ട് കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഒന്ന്, നമ്മളിപ്പോൾ ഈ ഡൈപോൾ എടുത്തിട്ട് ഈ ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് വെച്ചാൽ അതിന്റെ മിഡ് പോയിന്റിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുവാണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. അതേസമയം ഈ ഡൈപോളിന്റെ സെയിം ലൈനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡും വി ക്യാൻ ഫൈൻഡ്. സോ ഇത് രണ്ടുമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് ഇസ് ഓൺ ദ ഡൈപോൾ ആക്സിസ്. ഡൈപോൾ ആക്സിസ് എന്ന് പറയുമ്പോൾ, സോ ദിസ് ഇസ് ദ ഡൈപോൾ. ഈ ഡൈപോളിന്റെ ഈ സെയിം ലൈനിൽ വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? നൗ ദിസ് ഇസ് എ ഡൈപോൾ. ഇവിടെ ഒരു +q ചാർജ് ഉണ്ട്, -q ചാർജ് ഉണ്ട്. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് വി വോണ്ട് ടു ഫൈൻഡ്. നൗ ഈ പോയിന്റിൽ നിന്ന് ഡൈപോൾ വരെയുള്ള ഡിസ്റ്റൻസസ്, നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഈ ഡൈപോളിന്റെ മിഡ് പോയിന്റ് എന്ന് എടുക്കുന്നത്. സോ മിഡ് പോയിന്റ് തൊട്ട് ഈ P വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സപ്പോസ് നമ്മളത് R ആയിട്ട് എടുത്തു. നൗ നമ്മൾ പറഞ്ഞു ഈ ഡൈപോളിൽ രണ്ട് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. സോ അതിന്റെ മിഡ് പോയിന്റ് നിന്ന് ഈ ലെഫ്റ്റിലും റൈറ്റിലും ഒരു a ഡിസ്റ്റൻസ് ഉണ്ടാവും. നൗ നമുക്ക് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് വുഡ് ബി ഈ +q കാരണം ഈ Pയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് -q കാരണം Pയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. നൗ +q കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് വുഡ് ബി k +q ബൈ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. സോ ഈ +q ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് വുഡ് ബി r - a the whole square. പ്ലസ് -q കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് വുഡ് ബി k -q ബൈ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് r + a the whole square. നൗ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് kq. നൗ ഇത് നമ്മൾ r - a the whole square ഈ സൈഡിലേക്കും r + a the whole square ഈ സൈഡിലേക്കും കൊണ്ടുവന്ന് ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു.
കുറേയൊക്കെ കട്ട് ചെയ്തു പോയി ആൻഡ് ദെൻ നമുക്ക് ഇങ്ങനെ കിട്ടും. Now, ഈ ഇക്വേഷനിൽ ഇഫ് യു ആർ അസ്യൂമിങ് ദാറ്റ് ആർ ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ എ, ദാറ്റ് ഇസ് ഇതിപ്പോ ഇതാണ് നമ്മുടെ ഡയപോൾ. നമ്മൾ ഈ എടുക്കുന്ന പി എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഡയപോളിനേക്കാൾ ഭയങ്കര ഡിസ്റ്റൻസിലാണ് എടുക്കുന്നതെങ്കിൽ വി ക്യാൻ അസ്യൂം ദാറ്റ് ആർ ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ എ. സോ അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററിലെ ടേം നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. സോ ആ കേസിൽ എ സ്ക്വയർ പോവും. സോ വിൽ ഗെറ്റ് r raised to 4, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും r കട്ടായി പോകും. സോ വിൽ ഗെറ്റ് r ക്യൂബ് ഇൻ ദ ഡിനോമിനേറ്റർ. സോ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. നെക്സ്റ്റ് ഇസ് ഓൺ ദി ഇക്വറ്റോറിയൽ പ്ലെയിൻ. നൗ നമ്മളൊരു ഡയപോൾ എടുത്തു. ആ ഡയപോളിന്റെ മിഡ് പോയിന്റ് എന്ന് ഇഫ് യു ആർ ഡ്രോയിങ് എ പെർപെൻഡിക്കുലർ, ആ പെർപെൻഡിക്കുലറിലെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇക്വറ്റോറിയൽ പ്ലെയിൻ. നൗ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വുഡ് ബി ഡ്യൂ ടു ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം ഈ മൈനസ് ക്യൂ ചാർജ് കാരണം ഇത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും. സപ്പോസ് നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് എടുത്തെങ്കിൽ ഈ പ്ലസ് ക്യൂ ചാർജ് ഒബ്വിയസ്ലി അതിനെ ഈ ഡയറക്ഷനിലേക്ക് റിപ്പൽ ചെയ്യും. അതേസമയം മൈനസ് ക്യൂ ചാർജ് അതിനെ ഈ ഡയറക്ഷനിലേക്ക് അട്രാക്ട് ചെയ്യും. Now, ഇതിന്റെ മിഡ് പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് വുഡ് ബി r and this is a and this is also a. Now, നമ്മൾ ഇപ്പൊ ഒരു എക്സ് വൈ ആക്സിസിൽ ഏതെങ്കിലും ഒരു വെക്ടർ എടുക്കുവാണെങ്കിൽ ഈ വെക്ടറിനെ എനിക്ക് എക്സ് കോമ്പണന്റ് ആയിട്ടും വൈ കോമ്പണന്റ് ആയിട്ടും ഡീകമ്പോസ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഒ പി എടുക്കുവാണെങ്കിൽ ഈ ഒ പിയുടെ എക്സ് കോമ്പണന്റ് വുഡ് ബി ഒ പി കോസ് തീറ്റ ആൻഡ് ഇതിന്റെ y component would be OP sin theta. So എനിക്ക് OP നെ OP cos theta plus OP sin theta എന്ന് എഴുതാൻ പറ്റും. So similarly ഞാൻ ഈ so this is due to plus Q and this is due to minus Q. So ഇതിനെ ഞാൻ ഡീകമ്പോസ് ചെയ്ത് എക്സ് കോമ്പണന്റ് വൈ കോമ്പണന്റ് ആയിട്ട് എഴുതാൻ പോവാണ്. സോ ഈ പ്ലസ് ക്യൂവിനെ ഞാൻ ഡീകമ്പോസ് ചെയ്യുമ്പോൾ എനിക്കൊരു എക്സ് കോമ്പണന്റ് കിട്ടും. ദാറ്റ് ഇസ് ഇ പ്ലസ് ക്യൂ cos theta. Similarly, എനിക്ക് y component കിട്ടും. That is e plus q sin theta. Similarly, ഈ minus q നെ ഞാൻ ഡീകമ്പോസ് ചെയ്യുമ്പോൾ x ആക്സിസിൽ I'll get e minus q cos theta. Y ആക്സിസിൽ I'll get e minus q sin theta. Now, ഈ നാല് കോമ്പണന്റും ഈ രണ്ടെണ്ണത്തിനെ ഞാൻ ഈ നാല് കോമ്പണന്റ്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് എഴുതി. Now, ഇത് രണ്ടും നോക്കുവാണെങ്കിൽ they are in opposite direction but equal in magnitude. സോ ഇത് രണ്ടും എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും ബിക്കോസ് ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഐ ക്യാൻ ക്യാൻസൽ ഇറ്റ് ഔട്ട്. നൗ ഇത് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. സോ ഐ ജസ്റ്റ് ആഡ് ഇറ്റ്. സോ ഇ പ്ലസ് ക്യൂ പ്ലസ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ കോമൺ ആയതുകൊണ്ട് ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നൗ ഇവിടെ ഒരു നെഗറ്റീവും കൂടി വരും. ദാറ്റ്സ് ബിക്കോസ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ, റൈറ്റിലേക്കാണ്. Now, നമ്മൾ പറഞ്ഞു dipole moment direction is from negative charge to positive charge. So, dipole moment direction would be from right to left. Now, ഇത് രണ്ടും opposite direction ആയതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് എടുക്കുന്നത്. Now, this is equal to, if I'm drawing this again, ഇവിടെ ഒരു പ്ലസ് ക്യൂ ഉണ്ട്, മൈനസ് ക്യൂ ഉണ്ട്. This is the point P. This distance is R. This distance is A. Now, first case E plus Q കാരണം ഉള്ള electric field, this E plus Q would be K Q by distance square. So ഇവിടെ distance square would be E plus Q, ഈ P യും തമ്മിലുള്ള distance. So this distance would be, നമ്മൾ ഈ triangle എടുക്കുവാണെങ്കിൽ it's a right angle triangle. This would be theta. So ഇത് A ആണ്, ഇത് R ആണ്. So this distance would be root A square plus R square. Similarly, ഈ distance would also be root A square plus R square. Now, ഇവിടെ ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ വാസ് കെ ക്യൂ ബൈ ആർ സ്ക്വയർ. ഇവിടെ ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ ആണ്. സോ സ്ക്വയർ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. സിമിലർലി ഇവിടെ കെ ക്യൂ ബൈ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് വിൽ ഗെറ്റ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ടൈംസ് കോസ് തീറ്റ. കോസ് തീറ്റ എടുക്കുമ്പോൾ കോസ് തീറ്റ വി നോ, കോസ് തീറ്റ ഇസ് adjacent by hypotenuse. ഇവിടെ adjacent would be this A by hypotenuse. Hypotenuse is this root A square plus R square.
സോ ഇവിടെ cos theta ക്ക് പകരം I can write a by root a square plus r square. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ റൂട്ടിന് പകരം ഞാൻ ഹോൾ റൂട്ട് 1/2 ദ ഹോൾ 1/2 ആയിട്ട് എടുത്തേക്കുന്ന എക്സ്പെനന്റ് ആൻഡ് ദെൻ ഇവിടെ 2kaq ഉണ്ട് ഡിനോമിനേറ്ററിൽ. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇവിടെ എക്സ്പെനന്റ് 1 ആണ്. സോ 1 + 1/2 is 3/2. നേരത്തെ എടുത്ത പോലെ തന്നെ ഇവിടെയും ഞാൻ അസ്യൂം ചെയ്യണം r is much greater than a. സോ ഡിനോമിനേറ്ററിലെ a സ്ക്വയർ ക്യാൻസൽ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. സോ ഡിനോമിനേറ്ററിൽ വിൽ ജസ്റ്റ് ഹാവ് r സ്ക്വയർ ടൈംസ് r സ്ക്വയർ പിന്നെ ഈ 3/2 കൂടെ 2 2 ക്യാൻസൽ ആയി പോകും. സോ വിൽ ഗെറ്റ് r3. സോ ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷനും കിട്ടി. നെക്സ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡൈപോൾ. സം മോളിക്യൂൾസിൽ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും കോയിൻസൈഡ് ചെയ്യും. സോ അതിന് ഇൻഹെറന്റ് ആയിട്ട് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ല. എക്സാമ്പിൾസ് CO2 ആൻഡ് CH4. അതേസമയം സം അതർ മോളിക്യൂൾസ് അതിന് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. അത് they are called polar molecules. Example H2O. നെക്സ്റ്റ് ഡൈപോൾ മൊമെന്റ് ഇൻ എക്സ്റ്റേണൽ ഫീൽഡ്. നമ്മളൊരു ഡൈപോളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ള എവിടെയെങ്കിലും വെക്കുവാണെങ്കിൽ ഹൗ വിൽ ഇറ്റ് ബി എഫക്റ്റഡ് ആണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ദർ ആർ 2 കേസസ്. നമുക്ക് ഒന്നെങ്കിൽ ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയി വെക്കാം, അല്ലെങ്കിൽ ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയി വെക്കാം. ഫസ്റ്റ് ഇസ് ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരുന്ന കേസിൽ സപ്പോസ് വി ഹാവ് എ ഡൈപോൾ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് എങ്കിൽ suppose this is plus q, this is minus q. Now uniform electric field ആണ്. ഈ plus q നെ electric field is always from positive to negative. Now so ഈ plus q has a tendency to go in this direction, minus q has a tendency to go in this direction. So what happens is ഇങ്ങനെയാണ് നമ്മൾ ഡൈപോൾ വെച്ചേക്കുന്നതെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇത് ടേൺ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരും. ദാറ്റ് ഇസ് ഈ കേസിൽ ഇങ്ങനെയാണെങ്കിൽ ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡൈപോൾ മൊമെന്റ് ടേൺ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. നെഗറ്റീവ് ചാർജ് താഴെയും പോസിറ്റീവ് ചാർജ് മേളിലും വരും. മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ. നൗ ഇത് ടേൺ ചെയ്ത് ഈ ഡയറക്ഷനിലായി കഴിഞ്ഞാൽ നൗ ഇറ്റ് വോണ്ട് മൂവ്. കാരണം നമ്മൾ പറഞ്ഞു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഈ പ്ലസ് ക്യൂവിനെ ഇത് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സിൽ പുഷ് ചെയ്യും. അതേസമയം മൈനസ് ക്യൂവിനെ ഈ ഫോഴ്സിൽ ഇങ്ങോട്ടേക്ക് പുൾ ചെയ്യും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഈ ഫോഴ്സും സെയിം ആയിരിക്കും. സോ ഈ ഡൈപോൾ മൂവ് ചെയ്യില്ല, ആ സെയിം പൊസിഷനിൽ അങ്ങനെ തന്നെ നിൽക്കും. ആകെയുള്ള ഡിഫറൻസസ് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടായിരുന്നു ഡൈപോൾ നിന്നെങ്കിൽ ഇറ്റ് വിൽ ജസ്റ്റ് ട്വിസ്റ്റ് ആൻഡ് ഇതിന് പാരലൽ ആവും. ദാറ്റ്സ് ദി ഓൺലി ചേഞ്ച്. നൗ ഒബ്വിയസ്ലി ഇതിങ്ങനെ ടേൺ ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കും ടേൺ ചെയ്യുക. ദാറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ ടോർക്ക്. Now torque is the force that causes object to rotate about its axis, and the torque in the value would be equal to dipole moment cross the electric field. So P E sin theta. Now sin theta at a maximum on the prana when theta is 90 degree. As I said, dipole moment is in this direction. Dipole momentum electric field parallel ആയിട്ട് വരുന്ന കേസിലായിരിക്കും ഈ ടോർക്ക് മാക്സിമം. പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കേസിലായിരിക്കും ഈ ടോർക്ക് മാക്സിമം. പാരലൽ ആയിട്ട് വരുന്ന കേസിൽ അത് മൂവ് ചെയ്യില്ല, അത് സെയിം പൊസിഷനിൽ നിൽക്കുകയുള്ളൂ. സോ ദിസ് ഇസ് ടോർക്കിന്റെ ഇക്വേഷൻ. നെക്സ്റ്റ് കേസ് ഇസ് വെൻ ഡൈപോൾ ഇസ് ഇൻ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇപ്പൊ ഇങ്ങനെയാണ് ഡൈപോൾ നിൽക്കുന്നതെങ്കിൽ ആൻഡ് ദിസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇപ്പൊ ഇവിടെ പ്ലസ് ക്യൂ ഇവിടെ മൈനസ് ക്യൂ ആണെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നുവെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് പുൾ ചെയ്യുന്ന ഡയറക്ഷനും ഈ പോസിറ്റീവിനെ ഇങ്ങോട്ടേക്ക് പുൾ ചെയ്യുന്ന ഫോഴ്സും വുഡ് ബി ഈക്വൽ. സോ അത് അനങ്ങാണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അതേസമയം നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് എങ്കിൽ ചിലപ്പോൾ ഈ ഫോഴ്സ് വുഡ് ബി ബിഗർ ദാൻ ദിസ് ഫോഴ്സ്. സോ ആ കേസിൽ ഡൈപോൾ മേളിലേക്ക് പോകും. അതേസമയം ലൈക്ക് ഇഫ് ഈ ഫോഴ്സ് ആണ് ഗ്രേറ്റർ ദാൻ ദിസ് എങ്കിൽ ഡൈപോൾ വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോൾ വിൽ മൂവ്
ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് കൂടുതൽ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ എന്നതിനനുസരിച്ച് ദിസ് ഡൈപോൾ വിൽ മൂവ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ അത് ട്വിസ്റ്റ് ചെയ്ത് പാരലൽ ആവും, ബട്ട് മൂവ് ചെയ്യില്ല. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നമ്മളൊരു വലിയ സർഫസ് എടുക്കുവാണ്. സോ ആ ഒരു വലിയ സർഫസ് എടുക്കുമ്പോൾ ഇൻഡിവിജ്വൽ ചാർജസ്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ലൈക്ക് എൻറ്റയർ സർഫസിൽ ചാർജ് ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വലി ചാർജിന്റെ കാര്യം പറയുന്നതിലും ഈസിയർ വുഡ് ബി ടു ടോക്ക് അബൌട്ട് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി, which is represented by sigma. Sigma is equal to delta Q by delta S, area and the total charge in that particular surface. Similarly, linear charge density ഉണ്ട്. സോ നമ്മളൊരു ലോങ് വയർ, ലോങ് കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു വയർ എടുക്കുവാണെങ്കിൽ we represent it based on linear charge density delta Q by delta L. അതേസമയം നമ്മളൊരു വോളിയം എടുക്കുവാണെങ്കിൽ represented by rho delta Q by delta V. Next is Gauss's law. Gauss's law, this is important. Quote ചെയ്യാനായിട്ട് definition ചോദിക്കും. Electric flux through a closed surface S is equal to Q by epsilon naught, where Q is the total charge enclosed by S. So ഇപ്പോൾ ഏതെങ്കിലും ഒരു സർഫസ് ഉണ്ട്, ഈ സർഫസിന്റെ അകത്ത് ഞാൻ കുറച്ച് ചാർജസ് വെക്കുകയാണ്, Q1, Q2, Q3 ഒക്കെ വെക്കുവാണെങ്കിൽ ഈ സർഫസിൽ കൂടെ ഒബ്വിയസ്ലി കുറെ ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് പോകുന്നുണ്ടാവും. കുറെയൊക്കെ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് അകത്തേക്കും വരുന്നുണ്ടാവാം. സോ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് നോക്കുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഈക്വൽ ടു Q by epsilon naught. ഈ Q would be the sum of all the charges inside. So minus Q1 plus Q2 plus Q3. അപ്പോൾ Q4 ആണെങ്കിൽ plus Q4 by epsilon naught. So this is Gauss's law. So this definition is important. Now this surface is called a Gaussian surface. Now last topic is application of Gauss's law. Now Gauss's law യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ്, എസ്പെഷ്യലി സ്ഫെറിക്കൽ സിമെട്രി ഉള്ള കോൺഫിഗറേഷൻസിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എ ചാർജ്ഡ് വയർ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഷീറ്റ്, ചാർജ് സ്ഫെറിക്കൽ ഷെല്ലൊക്കെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസി ആയിട്ട് നമുക്ക് Gauss's law വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. Now സപ്പോസ് വി ഹാവ് ഒരു ലോങ് ചാർജ്ഡ് വയർ, ഇതിൽ ഒരുപാട് പോസിറ്റീവ് ചാർജസ് ഉണ്ട്, and definitely it will produce electric field in the entire surface. It will produce electric field. Now suppose നമുക്ക് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. Now we know നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ പഠിച്ചത് was kq by r square. Now ഇത് ഈ ഓരോ പോയിന്റിലെയും Q എടുത്ത് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ ചാർജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, സൂപ്പർ പൊസിഷൻ ഒക്കെ വെച്ച് കണ്ടുപിടിക്കാൻ ഇറ്റ് ബി വെരി ഡിഫിക്കൾട്ട്. സോ അതിന് പകരം വി ക്യാൻ യൂസ് Gauss's law. സോ നമുക്കിപ്പോ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ വിൽ ജസ്റ്റ് അസ്യൂം എ Gaussian സർഫസ്, ഒരു സിലിണ്ടർ, ഒരു Gaussian സർഫസ് സിലിണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുക, സച്ച് ദാറ്റ് ഈ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ പാസസ് ത്രൂ ദ പെർട്ടിക്കുലർ പോയിന്റ്. നമുക്ക് ഇപ്പൊ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ പോയിന്റിൽ കൂടെ കർവ്ഡ് സർഫസ് പാസ് ചെയ്യുന്ന ഒരു Gaussian സിലിണ്ടർ നമ്മൾ അസ്യൂം ചെയ്യാം. ഈ കേസിൽ നമുക്ക് രണ്ട് ഫ്ലക്സിന്റെ ഇക്വേഷൻ അറിയാം. നമ്മൾ നേരത്തെ പഠിച്ച E ഡോട്ട് ഡെൽറ്റ എസും അറിയാം. Gauss's law വെച്ച് we know it's Q by epsilon naught. ഇത് Gauss's law വെച്ചിട്ടുള്ള ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഈ രണ്ട് കേസിലും നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിക്കും ആൻഡ് വിൽ ജസ്റ്റ് ഇക്വേറ്റ് ഇറ്റ്. സോ നമുക്ക് E കിട്ടും. ഈ കേസിൽ നമ്മുടെ ഫ്ലക്സിന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു E ഡോട്ട് ഡെൽറ്റ എസ്, വിച്ച് ഇസ് ഇവിടെ സർഫസ് വുഡ് ബി, നമ്മൾ ഇവിടെ സിലിണ്ടർ എടുത്തേക്കുന്നത്, സോ ദ സർഫസ് വുഡ് ബി ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ. ഈ മേലത്തെ സർഫസും താഴത്തെ സർഫസും നമ്മൾ നോക്കുന്നില്ല, ബിക്കോസ് ഇവിടെ തീറ്റ വുഡ് ബി 90 ഡിഗ്രി. സോ ഫ്ലക്സ് ഇലക്ട്രിക് ഫീൽഡ് ഇതിൽ കൂടെ പാസ് ചെയ്യത്തില്ല, ഈ കർവ്ഡ് സർഫസ് ഏരിയ കൂടെ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ അത് മാത്രമേ നോക്കുന്നുള്ളൂ, വിച്ച് ഇസ് 2πr/h. ഇപ്പൊ ഇവിടെ ഈ ഡിസ്റ്റൻസ് നമ്മൾ എല്ലായിട്ട് എടുത്തെങ്കിൽ, സോ ദിസ് വുഡ് ബി ഈക്വൽ ടു E 2πr/L. സോ ദിസ് വുഡ് ബി R. ഈ കേസിൽ ഫ്ലക്സ് വുഡ് ബി ഈക്വൽ ടു Q by epsilon naught. സോ ഇവിടെ Q വുഡ് ബി
the total charge in this wire. So ഇവിടെ വയറിലെ ചാർജ് വുഡ് ബി നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എടുക്കുവാണെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ ആയിരുന്നു. സോ ഇതിൽ നിന്ന് വിൽ ഗെറ്റ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ ഡെൽറ്റ എൽ. സോ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇൻസ്റ്റെഡ് ഓഫ് ക്യൂ വി ക്യാൻ റൈറ്റ് ലാംഡ ഡെൽറ്റ എൽ ബൈ എപ്സിലോൺ നോട്ട്. സോ നമുക്ക് ഫ്ലക്സിന് രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷന്റെയും ആർച്ചസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ വിൽ ഗെറ്റ് ഇ 2 pi r l is equal to lambda delta L by epsilon naught. So from this നമുക്ക് E is equal to lambda delta L by epsilon naught times 2 pi r L എന്ന് കിട്ടും. L and L will get cancelled out. So we'll get lambda by epsilon naught 2 pi r. So next is uniformly charged plane sheet. Now നമ്മളൊരു now if you're taking a uniformly charged plane sheet, അത് അതിന്റെ രണ്ട് ഡയറക്ഷൻസിലേക്കും ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. now നമുക്ക് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എടുക്കണമെങ്കിൽ ഈ പോയിന്റിൽ സർഫസ് വരാൻ പാകത്തിന് നമ്മളൊരു ക്യൂബോയിഡ് ഗോഷ്യൻ സർഫസ് ആയിട്ട് എടുത്തു. സപ്പോസ് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. now ഒബ്വിയസ്ലി ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസിൽ കൂടെയും പാസ് ചെയ്യും, ഈ സർഫസിൽ കൂടെയും പാസ് ചെയ്യും. ബിക്കോസ് ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ലാറ്ററൽ സർഫസ് ഈ ഗോഷ്യൻ സർഫസിന്റെ ലാറ്ററൽ സൈഡ്സിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നില്ല. സോ നമുക്ക് അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 1 and 2 സർഫസസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. നൗ സപ്പോസ് ഈ സർഫസിനെ നമ്മൾ ഏരിയ എ ആയിട്ട് എടുക്കുവാണ്. നൗ ഫ്ലക്സിന് രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം. ക്യൂ ബൈ എപ്സിലോൺ നോട്ട് ടു ഇ ഡോട്ട് ഡെൽറ്റ എസ്, വിച്ച് ഇസ് ഇ ഡെൽറ്റ എസ് കോസ് തീറ്റ. അവിടെ തീറ്റ 0 വരുന്ന രണ്ട് കേസസ് ഉള്ളത്. ഒന്ന് ഫസ്റ്റ് സർഫസിൽ കൂടെ പോകുമ്പോഴും പിന്നെ സെക്കൻഡ് സർഫസിൽ കൂടെ പോകുമ്പോഴും. ഈ ലാറ്ററൽ സർഫസ് നമ്മൾ എടുക്കുന്നില്ല ബിക്കോസ് ആ കേസിൽ തീറ്റ 90 ഡിഗ്രി ആണ്, അതിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നില്ല. ആദ്യത്തെ കേസിൽ ഇ ഡെൽറ്റ എസ് വിച്ച് ഇസ് ഈക്വൽ ടു ഇ ഡെൽറ്റ എസ് രണ്ട് സർഫസാണ് ഉള്ളത്, ഈ സർഫസും ഈ സർഫസും. രണ്ടിന്റെയും ഏരിയ എ ആയതുകൊണ്ട് വിൽ ടേക്ക് 2a. ഈ കേസിൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ epsilon naught. Now Q would be ഇത് ഒരു സർഫസ് ആയതുകൊണ്ട് we are taking sigma surface charge density delta Q by delta S. So we have delta Q is equal to sigma delta S. So ഇവിടെ ഈ സർഫസിൽ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഇത്രയും പോർഷൻ എടുക്കുന്നത്. സോ ഇത്രയും പോർഷന്റെ സർഫസ് വുഡ് ബി എ. കാരണം ഈ സർഫസും ഈ 1 സർഫസും 2 സർഫസും ഹാവ് ദ സെയിം ഏരിയ. സോ സിഗ്മ A. So ഇവിടെ ക്യൂവിന് പകരം we can write sigma A by epsilon naught. രണ്ടിന്റെയും ആർച്ചസ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ we will get sigma A by epsilon naught is equal to 2EA. From this we'll get E is equal to sigma A by epsilon naught times 2A. A and A will get cancelled out. So sigma by 2 epsilon naught. Now last case is uniformly charged spherical shell. Now suppose ഇതിൽ രണ്ട് കേസസ് വരാം. സോ സ്ഫെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് ഹാവ് എനിത്തിങ് ഇൻസൈഡ്. ഇറ്റ്സ് എ ഷെൽ, ഒരു സ്ഫിയർ പോലെ, ബട്ട് അതിന്റെ ഇൻസൈഡ് വുഡ് ബി എംപ്റ്റി. നോ ഒരു സ്ഫെറിക്കൽ ഷെൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഷെല്ലിന്റെ അകത്തെ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡും കണ്ടുപിടിക്കണം, പുറത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡും വി ഹാവ് ടു ഫൈൻഡ്. നോ അകത്തുള്ള ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ അകത്ത് ഒരു ഗോഷ്യൻ സ്ഫിയർ അസ്യൂം ചെയ്യാണ്. ഓക്കെ, സപ്പോസ് its radius is r and the spherical shell in the radius is capital R. Now ഈ കേസിൽ sigma is equal to q by epsilon naught വരുന്ന കേസ് ഉണ്ട്. sigma is flux phi is equal to q by epsilon naught വരുന്ന കേസ് ഉണ്ട്. phi equal to E dot delta S വരുന്ന കേസ് ഉണ്ട്. Now flux is equal to q by epsilon naught വരുന്ന കേസിൽ ഞാൻ അകത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഗോഷ്യൻ സർഫസ് ആയിട്ട് എടുത്തേക്കുന്നത് ഈ സ്ഫിയർ ആണ്. ഈ സ്ഫിയറിന്റെ അകത്ത് ചാർജ്ഡ് ആയിട്ടുള്ള ഒന്നും വരുന്നില്ല. ഇതിന്റെ പുറത്താണ് നമ്മുടെ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഉള്ളത്. സോ ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദിസ് ഗോഷ്യൻ സർഫസ് വുഡ് ബി 0. സോ ഈ കേസിൽ നമുക്ക് ഫ്ലക്സ് 0 കിട്ടി. സോ നമ്മൾ ആർച്ചസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഇ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 0. ഇ വുഡ് ബി ഈക്വൽ ടു
സീറോ. ദാറ്റ് മീൻസ് ഞാനൊരു ചാർജ് സ്പെറിക്കൽ ഷെൽ എടുക്കുവാണെങ്കിൽ അതിന്റെ അകത്തുള്ള എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് വുഡ് ബി സീറോ. നൗ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ് അസ്യൂം ചെയ്യാണ്. ഡ്രോ ഇറ്റ് അഗൈൻ. നൗ സപ്പോസ് ഇതാണ് നമ്മുടെ ചാർജ് സ്പെറിക്കൽ ഷെൽ വിത്ത് റേഡിയസ് r. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് വി നീഡ് ടു ഫൈൻഡ്. സോ ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ് വി ആർ അസ്യൂമിങ് വിത്ത് റേഡിയസ് സ്മോൾ r. നൗ ഫ്ലക്സ് രണ്ട് കേസസ് ഉണ്ട്, q by epsilon naught and e delta s cos theta. Now ഈ കേസിൽ തീറ്റ would always be zero കാരണം എല്ലാ പോയിന്റിലും തീറ്റ would be zero. So ഇവിടെ I just have to take e delta s and delta s would be ഈ Gaussian surface in the entire surface area. That is surface area of a sphere, which is 4 pi r square. ഇവിടെ radius small r ആയതുകൊണ്ട് small r square. Now ഈ കേസിൽ q by epsilon naught. Now ഇവിടെ surface charge density ആണ്, so sigma by q by delta q by delta s. So we have delta q is equal to sigma delta s, which is equal to sigma times. Now ഈ കേസിൽ the surface area would be 4 pi capital R square. Now sigma times 4 pi capital R square by epsilon naught. Random we can equate. We'll get E times 4 pi small r square is equal to sigma 4 pi capital R square by epsilon naught. Now 4 pi will get cancelled out. E is equal to sigma capital R square by epsilon naught small r square. Yeah. So yeah, that's the chapter.